ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സൈലം ടെക്നിക്കലിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ മുന്നിലോട്ട് വന്നിട്ടുള്ള ഒരു അതിഥിയാണ് ആരെന്ന് പറയുന്നത്. ഇതാ ഇപ്പൊ പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ നോട്ടിഫിക്കേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്യാത്തവർ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക, വെയിറ്റ് ചെയ്യരുത് അവസാന ഡേറ്റിലോട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ മുന്നിൽ നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് വന്നിട്ടുള്ളത്. കാരണം എന്താണ്, നമുക്കറിയാം കഴിഞ്ഞ തവണ 600-ലധികം അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത്. ഇതാ ഇപ്പൊ വന്നിട്ടുള്ള PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാമിൻ്റെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ സിൻസിയർ ആയിട്ടൊന്ന് ആഞ്ഞൊന്ന് പിടിച്ചാൽ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്, അടുത്ത വർഷം ഒരു ഗവൺമെന്റ് സീറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അടുത്ത വർഷം എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് എക്സാം ഒരു 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമുക്ക് 2025 എന്ത് ചെയ്യാം, ഒരു ഗവൺമെന്റ് ജോബ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങളൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ ഈ പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് സൈലം ടെക്നിക്കലിന്റെ ഒരു ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന ഏപ്രിൽ 4-ന് കോഴിക്കോട് വെച്ചിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട് മാർക്കുകളിലൊക്കെ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഒരുപാട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവരുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഈ വരാൻ പോകുന്ന ഓവർസിയർ എക്സാമിന്റെ ഒരു ഓഫ്ലൈൻ ബാച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ അവർക്കൊക്കെ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സൈലം ടെക്നിക്കൽ ഈ വരുന്ന ഏപ്രിൽ 4-ന് ഓവർസിയറിന്റെ ഒരു ഓഫ്ലൈൻ ബാച്ച് കോഴിക്കോട് വെച്ചിട്ട് ആരംഭിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു ബാച്ചിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ക്ലാസ്സുകൾ എങ്ങനെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ വരുന്നത് ഏകദേശം ഒരു 5 മാസമാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീക്കിലി 3 ക്ലാസ്സുകളായിരിക്കും. ഒരു ദിവസം മോർണിംഗ് ടു ഈവനിങ്ങിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വരാൻ പോകുന്ന ഏതൊരു എക്സാം ആയാലും നമുക്കറിയാം, ഇപ്പൊ വിളിച്ചത് ഗ്രേഡ് 2 ആണ് PWD ഇറിഗേഷൻ. നമ്മൾ അതുപോലെ LSTD ഗ്രേഡ് 2 എക്സാം, അതുപോലെ തന്നെ ഈ പറയുന്ന LSTD PWD ഇറിഗേഷന്റെ ഒക്കെ ഗ്രേഡ് 1 എക്സാംസുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊരു വരാൻ പോകുന്ന ഓവർസിയർ എക്സാമും, നിങ്ങൾ ITI അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ള വരാൻ പോകുന്ന ഏതൊരു ഓവർസിയർ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്താ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മൾ എത്രയും നേരത്തെ ഈ ഒരു നിമിഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് അതിനനുസരിച്ചുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് അത്രത്തോളം റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ എത്താൻ പറ്റും. ഓക്കെ, അത്രത്തോളം റാങ്ക് ലിസ്റ്റിൽ നമുക്ക് മുകളിലോട്ട് എത്താൻ പറ്റും നമ്മൾ നേരത്തെ നമ്മുടെ പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്താൽ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും കുറേ കാര്യങ്ങൾ അങ്ങ് പഠിക്കുക, കുറേ നോട്ടുകൾ വായിക്കുക, കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ, ഏറ്റവും മികച്ച നോട്ടുകൾ, ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസുകൾ, ഏറ്റവും മികച്ച രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ പ്രിപ്പറേഷനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ക്ലാസ്സുകളല്ല നിങ്ങൾക്ക് ഈ സൈലം ടെക്നിക്കൽ ഓഫർ ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, ഏറ്റവും മികച്ച നോട്ട്സുകൾ എന്ന് പറയുന്നത്, സ്റ്റഡി മെറ്റീരിയലുകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ PSC എക്സാംസുകൾ ഒരുപാട് ആളുകൾ ഇതിന് മുന്നേയുള്ള PSC ടെക്നിക്കൽ എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്തവരായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളൊരു എക്സാമിനേഷൻ ഹാളിൽ പോയിരിക്കുന്നു, നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലോട്ട് വരുന്നു, നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ പ്രിൻസിപ്പിൾ അറിയുന്നുണ്ടാവും, അതിൻ്റെ ഐഡിയ, അതിൻ്റെ കൺസെപ്റ്റ് അറിയുന്നുണ്ടാവും. പക്ഷേ ആ ഒരു 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം, ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. അതിന് കാരണം എന്താണ്, ഇവിടെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് MCQ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സിലബസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാംസുകളിൽ നമുക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ഡൗട്ടും വരാതെ, ഒരു സംശയവും വരാതെ 4 ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും അറിയുന്നതാണ്, ഇന്ന് നമ്മുടെ ഓവർസിയർ എക്സാംസുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുകളും വരുന്നത് ഏത് ബേസ്ഡാണ്, നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. അത് നമ്മൾ പലപ്പോഴും കോളേജിൽ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല, നമ്മൾ പലപ്പോഴും നമ്മുടെ നോട്ട്സുകളിലുള്ള കാര്യങ്ങളായിരിക്കില്ല. സോ നമ്മുടെ ഈ കംപ്ലീറ്റ് സിലബസും നമ്മുടെ നിമി ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റുകളും നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള നമ്മുടെ പല ഫ്രണ്ട്സും അല്ലെങ്കിൽ പലരും പഠിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ക്ലാസ്സുകളിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട്, റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ്, ഞാൻ പറഞ്ഞ ഈ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ടൈം കൺട്രോളിംഗ് വേണം അല്ലെ. ഈ പറയുന്ന 1.5 മണിക്കൂറിൽ ഈ 100 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതുപോലെ നമ്മൾ അസസ് ചെയ്യണം. നമ്മളിതാ പഠിച്ചു തുടങ്ങി, ഞാൻ എത്രത്തോളം എൻ്റെ പഠിത്തമായിട്ടുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഈ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ എൻ്റെ ഈ ഫ്രണ്ട്സിന്റെ കൂടെ അവരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ഏത് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്, ഇനി എത്രത്തോളം ലെവൽ ഇൻക്രീസ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യണം അല്ലെ. റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാംസുകൾ എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ തരുമ്പോഴും അതിന്റെ ടോപ്പിക് ടെസ്റ്റുകൾ, ഓരോ സബ്ജക്റ്റുകൾ തരുമ്പോഴും അതിന്റെ സബ്ജക്ട് ടെസ്റ്റുകൾ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വീക്കിലി റിവിഷൻ അസസ്മെന്റ് ടെസ്റ്റുകൾ. നിങ്ങൾ അതുവരെ പഠിച്ചിട്ട് ആ ഒരു വീക്കിലല്ല, നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് തുടങ്ങി അതുവരെ ആ ഒരു വീക്കിൽ വരെ നിങ്ങൾ എത്രത്തോളം പഠിച്ചു അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അസസ്മെന്റ് ടെസ്റ്റുകൾ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ നേരത്തെ തൊട്ട് പഠിച്ച നിങ്ങളുടെ റിവിഷൻ എത്രത്തോളം എത്തി, നിങ്ങൾക്ക് എത്രത്തോളം ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം ഇനി റിവൈസ് ചെയ്യണമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ടെസ്റ്റുകൾ എഴുതി ആ കോഴ്സിന്റെ അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് എന്ത് നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്പർ ഓഫ് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് സീരീസുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ചെയ്തിട്ടല്ല നിങ്ങളൊരു PSCക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മളെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ, ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസുകൾ, ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, അതുപോലെ നമ്മളൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഒരു വെൽ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു റാങ്ക് അല്ലെ, നമ്മൾ ഏതെങ്കിലും ഒരു റാങ്ക്, ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ റാങ്ക് നേടലല്ല നമ്മൾ ഉദ്ദേശം, നല്ലൊരു റാങ്ക് തന്നെ വാങ്ങിയിട്ട് ഈ വരാൻ പോകുന്ന ഈ ഒരു എക്സാമിൽ നല്ലൊരു റാങ്ക് തന്നെ വാങ്ങിയിട്ട് ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു കോഴ്സ് ഞാൻ പറഞ്ഞു ഏപ്രിൽ 4-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സൈലം ടെക്നിക്കലിന്റെ ഏറ്റവും ഈ ഒരു മികച്ച കോഴ്സ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നമ്മൾ ആദ്യം, അപ്പൊ നമ്മൾ ഓവർസിയർ ബാച്ചിന്റെ ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ച് ആണ് ഇവിടെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ 50 സ്റ്റുഡൻസിന് വെറും 10,000 മാത്രമാണ് ഈ ഒരു ഓവർസിയർ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ഓവർസിയർ കോഴ്സ് കൊണ്ട് ഈ വരാൻ പോകുന്ന ഗ്രേഡ് 2 PWD ഇറിഗേഷൻ എക്സാം മാത്രമല്ല, വരാൻ പോകുന്ന ഏതൊരു ITI ഡിപ്ലോമ ലെവൽ ഓവർസിയർ എക്സാംസുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, മികച്ച റാങ്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ഈ ഒരു ഗോൾഡൻ ചാൻസ് തട്ടിക്കളയരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾക്കും അഡ്മിഷൻ എടുക്കാനും ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.